അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ പ്രതീകമായി ഉയരുമെന്ന് ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ കെ മുഹമ്മദ് അമൃത വാർത്തകളോട് പറഞ്ഞു. കോഴിക്കോട് നിന്നും ശ്യാം കെ വാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തി അയോധ്യ ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ഖനന റിപ്പോർട്ടിലായിരുന്നു. അന്ന് അതിന് നേതൃത്വം വഹിച്ച ഡയറക്ടർ ലാലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ടീം അംഗം കെ മുഹമ്മദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. എത്രത്തോളം സന്തോഷകരമായ ഒരു നിമിഷമാണ് ഈ ഒരു ദിനം? ഇത് വളരെ സന്തോഷം തരുന്ന, സംതൃപ്തി തരുന്ന ഒരു ഗ്രേറ്റ് മൊമെൻറ്റ്, പ്രൗഡ് മൊമെൻ്റാണ് എൻ്റെ ജീവിതത്തിലും. കാരണം അന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച കുറേ തത്വങ്ങളുണ്ടായിരുന്നു, കുറേ തെളിവുകളുണ്ടായിരുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സുപ്രീം കോർട്ട് ഈ വിധി നിർണ്ണയം നടത്തിയത്. അപ്പോൾ അതിൻ്റെ സാക്ഷാത്കാരമാണ് 22-ന് നമുക്ക് പ്രാണപ്രതിഷ്ഠ നൽകുമ്പോൾ നമുക്കൊക്കെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം, തൃപ്തി. ഏതാണ്ട് ഒരു 500 വർഷത്തോളം നടന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ അവസാനമാണ് ഇന്ന് നാം കാണുന്നത്. പ്രത്യേകിച്ചും ശ്രീരാമൻ വെറും 14 വർഷം മാത്രമായിരുന്നു അദ്ദേഹം വനവാസത്തിന് പോയത്. പക്ഷേ ഈ വനവാസം ഏതാണ്ട് 500 വർഷം നീണ്ടു നിന്നിരുന്നുണ്ട്. അതിൻ്റെ സുഖപര്യവസായിയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രാണപ്രതിഷ്ഠ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. ഈ അന്നത്തെ ഒരു അങ്ങയുടെ ഒരു പ്രസ്താവന, അതായത് ഡയറക്ടർ ലാലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു സർവേ, അതിനുശേഷം ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നു. ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് അങ്ങയുടെ ഒരു നിഗമനം ഇതിൽ വരുന്നത്. അത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വിവാദം അങ്ങനെ ഒരു പറയാനുള്ളൊരു കാരണം എന്തായിരുന്നു? അല്ല, അന്ന് പിന്നെ ഞാനല്ല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, പ്രൊഫസർ ബി ലാലാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഞങ്ങൾ അതിൽ അംഗങ്ങളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്നതൊരു വിവാദ വിഷയമായിരുന്നില്ല. പക്ഷേ ഇതൊരു വിവാദ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. അവർ വിവാദമാക്കിയപ്പോൾ പ്രൊഫസർ ലാലിന് അതിന് മറുപടി നൽകേണ്ടി വന്നു. ആ മറുപടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അന്ന് മദ്രാസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ റിപ്പോർട്ടിന് അദ്ദേഹം കൊടുത്ത മറുപടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നീട് മുന്നോട്ട് വന്നത്. അപകടകരമായിരുന്നു. കാരണം ഞാൻ ഗവൺമെൻറ് സെർവൻ്റാണ്. ഗവൺമെൻറ് സെർവൻ്റ് ഇത്ര വളരെ സെൻസിറ്റീവ് ഇഷ്യൂസിനെ കുറിച്ച് ഒരിക്കലും അഭിപ്രായം പറയാൻ പാടില്ല. രണ്ടാമത് എൻ്റെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിരുന്നുമില്ല. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സെർവിനെ ഈവൻ ഷോ കോസ് നോട്ടീസ് വരെ കൊടുക്കാതെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയും. പക്ഷേ എന്തോ മനസ്സിന് തോന്നി ഇത് വളരെ കാര്യമായിട്ടുള്ളൊരു വിവരമാണ്. അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയണം. പിന്നെ ഒരു മുസ്ലിമായ ആർക്കിയോളജിസ്റ്റ് ഞാൻ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു പ്രസ്താവനയാണ്. അത് പിന്നീട് കുറേ എനിക്ക് വളരെ സഹിക്കേണ്ടി വന്നു, ബുദ്ധിമുട്ടാവേണ്ടി വന്നു, പലപ്പോഴും ജോലി നഷ്ടപ്പെടുമോ എന്ന് തോന്നുകയുണ്ടായി. പക്ഷേ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇന്നിപ്പോൾ അവിടെ ഈ പറയുന്ന അയോധ്യ ക്ഷേത്രം ഭക്തജനങ്ങളൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ ഇന്നിപ്പോൾ വീണ്ടും അത് ചില വിവാദങ്ങൾക്കുണ്ട്. അത് രാഷ്ട്രീയ വിവാദമാവാം, എന്തും ആവാം. എന്താണ് സാധാരണ ജനങ്ങളോട് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയല്ല, BJPയുടെ കൂടെയല്ല, RSSൻ്റെ കൂടെയല്ല. ഞാനിതൊരു വിശാലമായ ഹിന്ദു ജനസമൂഹത്തെയാണ് കാണുന്നത്. കാരണം ഞാൻ അവരുമായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ഒരു ഹിന്ദുവിന് സാധാരണ തോന്നാറുള്ളത്, അവൻ്റെ ആ ജനവികാരം എനിക്കറിയാം. ശരിക്കും ഒരു ചൂണ്ടയിൽ ഞാഞ്ഞൂലിനെ കോർക്കും പോലെ ആ പൊളിഞ്ഞു കളിക്കുന്നൊരു വേദനയാണ് സാധാരണ ഒരു ഹിന്ദുവിന് അവിടെ പോകുമ്പോൾ ഉണ്ടായത്. ആ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ വികാരം മുസ്ലിം സമുദായത്തിനും മനസ്സിലാക്കി മുസ്ലിം സമുദായം സ്വമേധയാ വിട്ടുകൊടുക്കണമെന്ന അഭിപ്രായമായിരുന്നു എനിക്കുള്ളത്. കാരണം മുസ്ലിങ്ങൾക്ക് ഇത് വൈകാരിക ഭൂമിയല്ല. അത് വെറും ഒരു രാമൻ എന്ന് പറയുന്ന ഇത് ബാബർ എന്ന് പറയുന്ന ഒരു രാജാവുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. പ്രൊഫറ്റ് മുഹമ്മദ് നബിയുമായിട്ടുള്ള ബന്ധമുള്ള സ്ഥലമായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്കും ഒരു ക്ലെയിം ഉണ്ട് എന്ന് ഞാൻ പറയുമായിരുന്നു. അതല്ലെങ്കിൽ ഇസ്ലാമിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ ഖലീഫമാരാണ്. 4 ഖലീഫമാരുണ്ട് ഇസ്ലാമിൽ. അവരുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും ഞാൻ മുസ്ലിം പക്ഷത്ത് നിൽക്കുമായിരുന്നു.
അതല്ലെങ്കിൽ വല്ല ഔലിയാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഖാജ മൊയിനുദ്ദീൻ ചിഷ്തിയ അജ്മീറിലെ, നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിലെ, എങ്കിലും അവരുടെ പക്ഷം നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെയുള്ള യാതൊരു ബന്ധവുമില്ല. ഇന്നിപ്പോൾ എന്ത് തോന്നുന്നു? അതായത് ക്ഷേത്രം ഭക്തജനങ്ങളൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ആധികാരികമായിട്ട് ഭക്തജനങ്ങളോട് അല്ലെങ്കിൽ പൊതു ഇന്ത്യക്കാരോട്, ഭാരതീയരോട് പറയാനുള്ളത്? ഞാൻ ഭാരതീയരെ ആകപ്പാടെ ഒന്നായിട്ടാണ് കാണുന്നത്. കാരണം ഇത് വളരെ സന്തോഷപൂർവ്വമുള്ള നിമിഷങ്ങളാണ്, ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളാണ്. അപ്പോൾ അതേ രൂപത്തിൽ എല്ലാ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി നാം ഈ ദിനം ആചരിക്കണം. അങ്ങനെ നമ്മൾ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട്, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് സുശക്തമായൊരു ഭാരതം പടുത്തുയർത്താൻ നാം എല്ലാവരും മുന്നോട്ട് വരണം എന്നതാണ് എൻ്റെ വിനീതമായ അപേക്ഷ. തീർച്ചയായിട്ടും വലിയ ഒരു കണ്ടെത്തലിന് ശേഷം ഇപ്പോൾ അയോധ്യ ഭക്തജനങ്ങളൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ വലിയ വാക്കുകൾ തന്നെയാണ് കെ മുഹമ്മദ് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ക്ഷേത്രം ഭാരതത്തിൻ്റെ ഒരു ചൈതന്യമായി മാറട്ടെ എന്ന് മാത്രം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സനൽകുമാറിനോടൊപ്പം ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.